മറ്റാരുണ്ട് LDF അല്ലാതെ? സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുമായി LDF രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. LDF പ്രകടന പത്രികയിലൂടെ നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണ വിലയിരുത്തലാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അർജുൻ. പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് എത്തുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് മൂന്നാം ദിവസമുള്ളപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുകളുമായിട്ടാണ് LDF മുഖ്യമന്ത്രി എത്തുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, റിജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ 9 വർഷവും, അതായത് ഒന്നാം LDF ഗവൺമെന്റിന്റെ കാലത്തും രണ്ടാം LDF ഗവൺമെന്റിന്റെ കാലത്തുമൊക്കെ, ഈ രണ്ടാം LDF ഗവൺമെന്റിന്റെ കഴിഞ്ഞ 4 വർഷവും ഇത്തരത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പുറത്തിറക്കിയതാണ്. അത്തരത്തിൽ നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം എത്രത്തോളം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരു വിലയിരുത്തുക എന്നുള്ളത് കഴിഞ്ഞ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന 2 സർക്കാരിൻ്റെ കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ളതാണ്. അതിന് സമാനമായി ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അവസാനത്തെ, അതായത് 5ാം വർഷത്തെ പൂർത്തീകരണ റിപ്പോർട്ട് അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന് ശ്രുതി പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ 3 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഈ പറയുന്ന പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം കൂടിയുണ്ട് എന്നുള്ളത് വേണം നമുക്ക് വിലയിരുത്താൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UDFിൻ്റെ നേതൃത്വത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരുന്നത് 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അത് 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ UDF ജനങ്ങൾക്ക് മുന്നിൽ നൽകുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് LDF കഴിഞ്ഞ പ്രകടന പത്രികയുടെ വിലയിരുത്തൽ, പ്രോഗ്രസ് എത്രത്തോളം പൂർത്തിയാക്കി എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഘട്ടത്തിൽ LDFിൻ്റെ ഇപ്പോൾ പരസ്യങ്ങളൊക്കെ, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ 5 അല്ല 500-ലധികം പറയുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള പരസ്യവാചകങ്ങൾ പോലും പലയിടത്തും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന ഈ ഒരു ചടങ്ങിനെ കാണേണ്ടത്. എന്തായാലും ഇന്ന് പിണറായിയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലായിരിക്കും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുക. എന്തായാലും അതിനകത്തുള്ള രാഷ്ട്രീയം അത് തന്നെയാണ്. 5 ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ച് UDF തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ കഴിഞ്ഞ പ്രകടന പത്രികയുടെ ഭാഗമായി നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ അല്ലെങ്കിൽ LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ള ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അവസാന ലാപ്പിൽ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം അത് തന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ആ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കും. തുടർഭരണം എന്ന ആത്മവിശ്വാസത്തിൽ ഊന്നിയുള്ള പ്രചാരണമാണ് നടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് 10 വർഷത്തെ വിലയിരുത്തലായിട്ട് മുഖ്യമന്ത്രി ഇന്ന് 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.